തൊട്ടരികിലെ മുറിയിൽ കണ്ണനുണ്ടെന്ന ഓർമ്മയവളെ ഒരേ സമയം സമാധാനപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എഴുന്നേറ്റ് പോയി ആ അരികിൽ ഇരിക്കണമെന്നുണ്ട്. പക്ഷേ പാർവിൻ്റെ അരികിൽ നിന്ന് പോവാൻ വയ്യ. തീയിൽ കിടക്കുന്നത് പോലെ അരികിൽ കിടന്നുകൊണ്ടവൾ ഉരുകിത്തീരുന്നത് തൽക്കാലം സീത കണ്ടില്ലെന്ന് നടിച്ചു. അവൾ ആ ഉള്ളൊരുക്കത്തിൽ നിന്നുമൊരു തീരുമാനമെടുക്കണം. ലല്ലമോളെ നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ടെങ്കിലും ഹരിക്കൊപ്പം ചേരാൻ അവൾക്കാവണം. കേവലം ഇത്തിരി ആശ്വാസവാക്കുകൾ അവൾക്കുള്ളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ കാലങ്ങളായി അവളെ സ്നേഹിച്ചെന്ന കാരണം കൊണ്ട് നീറുന്ന ഹരിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അത്. അതിനിയും വയ്യ. ഇപ്പോൾ ഇത്തിരി വേദനിച്ചാലും ഹരിയുടെ അരികിൽ അവൾക്കൊരിക്കലും വേദനിച്ചുകൊണ്ട് കണ്ണ് നിറയ്ക്കേണ്ടി വരില്ലെന്ന് ഉറപ്പാണ്. ചിന്തകളുടെ ഭാരം അന്നത്തെ ഉറക്കത്തെ അപഹരിച്ചു കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പതിവിലും നേരത്തെ ചാടി എഴുന്നേറ്റു. നേർത്ത വെളിച്ചം മാത്രം. മുറ്റത്തേക്കിറങ്ങുമ്പോൾ കുളിർന്നു പോയിരുന്നു. മനസ്സിന് പതിവില്ലാത്തൊരു ആശ്വാസം. ഫ്രഷായതിനു ശേഷം ആദ്യം ചെന്ന് നിന്നത് അച്ഛൻ്റെ ചിതക്കരികിലാണ്. മൗനം കൊണ്ട് ഒട്ടനേകം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതും ഹൃദയമാണ്. കൈകൂപ്പി നിൽക്കുമ്പോൾ തഴുകി തലോടി കടന്നു പോകുന്ന കാറ്റിനും അന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരച്ഛൻ്റെ സ്നേഹമാണ്, കരുതലാണ്. നേർത്തൊരു ചൂട് ശരീരത്തിലേക്ക് പടർന്നു. പൊതിഞ്ഞു പിടിച്ച കൈകൾ, അത് സ്വന്തം പ്രാണൻ്റെയാണെന്ന് തിരിച്ചറിയാൻ വെളിച്ചം വേണമെന്നില്ലായിരുന്നു. തിരിഞ്ഞു നിൽക്കും മുന്നേ അവൻ മുഖം താടിയിലേക്ക് കുത്തിവെച്ചിട്ട് കൂടുതൽ ചേർത്ത് പിടിച്ചു. അച്ഛന് കൊടുക്കുന്ന വാഗ്ദാനം പോലെ. കണ്ണടച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റേതെന്ന ചിന്ത ഉള്ളിൽ കനം കൂടി. അവൻ തന്നെയാണ് തോളിൽ പിടിച്ചുകൊണ്ട് പിൻവശത്തേക്ക് നടന്നതും. ശാന്തമായ മുഖത്തേക്ക് സീത വെറുതെയൊന്ന് നോക്കി. തെളിഞ്ഞ ആകാശം പോലെ. വെറുപ്പിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ അലകളൊന്നുമില്ല. ഫ്രഷാവേണ്ടേ? സീത ചോദിച്ചു. കൈ എത്തിച്ചുകൊണ്ടവൾ പേസ്റ്റ് അവന് നേരെ നീട്ടി. അതൊക്കെ ഞാൻ തപ്പിയെടുത്തിരുന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തിണ്ണയിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ പറഞ്ഞു. എങ്കിൽ ഞാൻ ചായ എടുത്തിട്ട് വരാം. അവനെ കടന്ന് സീത അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ അതിനു മുന്നേ കണ്ണൻ അവളെ വലിച്ച് മടിയിലേക്കിരുത്തി. സീത വിറച്ചുപോയി. ഇന്ന് എന്താണ്? ഞാൻ തൊട്ടപ്പോൾ വിറയലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കണ്ണൻ പതിയെ കാതിൽ ചോദിച്ചു. അവൾ ഉത്തരം പറയാതെ അവനെ മിഴിച്ചു നോക്കി. അല്ലെങ്കിൽ ഈ വിരൽത്തുമ്പിലൊന്ന് തൊട്ടാൽ പോലും പൂത്തുവിട്ടിരുന്ന എൻ്റെ പെണ്ണിനിന്ന് എത്ര നേരമാണ് യാതൊരു പരവേശവുമില്ലാതെ എന്നോട് ചേർന്ന് നിന്നത്? കണ്ണൻ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. ഞാൻ പിണങ്ങുമെന്നോർത്തിട്ടാണോ? അതോ എന്നെ വിശ്വാസമുണ്ടെന്ന് തെളിയിക്കാനോ? ഉത്തരം പറയേണ്ട പെണ്ണെ. അവൻ്റെ പതിഞ്ഞ ശബ്ദം, ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മുറുക്കമുള്ള കരങ്ങൾ, തന്നോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമിടിപ്പ്. സീതയുടെ ഉള്ളം പ്രണയം വിരമ്പി. രണ്ടുമല്ല, ഇയാളില്ലാതെ എനിക്കിനി വയ്യ. ഞാൻ മരിച്ചു പോകും. പറഞ്ഞതും സീത അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ കണ്ണൻ പിടഞ്ഞുകൊണ്ട് അവളെ കൂടുതൽ അമർത്തി പിടിച്ചു. ഞാനും. അവൻ്റെ വാക്കുകളുടെ കുളിര് കാതോട് ചേർന്നതും സീത വേഗം മുഖമുയർത്തി. വാക്കുകളുടെ മേമ്പൊടിയില്ലാതെ പ്രകൃതി പോലും അവരുടെ ആ പ്രണയത്തിന് കുളിര് പകർന്നു. വിരഹത്തിൻ്റെ പരിഭവങ്ങളെല്ലാം ചേർത്ത് പിടിക്കലുകളിൽ കൊണ്ട് അലിയിച്ചു കളഞ്ഞു. ഹൃദയതാളം പോലും ശാന്തമാണ്. അവൾ എതിർപ്പ് പറയില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു ചുംബനം കൊണ്ടുപോലും ആ നിമിഷങ്ങളുടെ മനോഹാരിത കളയാൻ കണ്ണന് തോന്നിയില്ല. പ്രണയം മാത്രം പേറി ഹൃദയം വീർപ്പ് മുട്ടി. ചേച്ചി വരും, സീത ഓർമ്മിപ്പിച്ചപ്പോൾ കണ്ണൻ അവളിൽ നിന്നും കൈ എടുത്തു മാറ്റി. സീത അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. ചായ എടുത്തിട്ട് വരാം, അവൾ പറഞ്ഞു. കണ്ണൻ തലയാട്ടിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അടുത്ത ആഴ്ചയോടെ എക്സാം തീരില്ലേ? കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണൻ അജുവിനോട് ചോദിച്ചത്. അവൻ കണ്ണനെ നോക്കി. നിനക്ക് വേണ്ടിയൊരു ജോലി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് മതിയാകും. റിസൾട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇനി നീ നാട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ല. നിന്റെ കൂടെയുള്ള വെറും ലോക്കൽസാണ് പിടിയിലായിട്ടുള്ളത്. വമ്പന്മാരിപ്പോഴും പാമ്പിൻ്റെ പകയോടെ പുറത്തുണ്ടാകും. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഹരിയും അത് തന്നെയാണ് പറഞ്ഞത്. കണ്ണൻ പറഞ്ഞത് കേട്ട് പാർവിൻ്റെയും സീതയുടെയും അജുവിൻ്റെയും മുഖം മങ്ങി. ഡോൺ വറി, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കാൻ വേണ്ടി. ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വന്നേക്കണം. കഴിച്ചു കഴിഞ്ഞ് കണ്ണൻ എഴുന്നേറ്റു. ശ്രീനിലയത്തിലേക്ക് പോകാൻ വേണ്ടി അവൻ റെഡിയായിട്ടുണ്ട്. ഹരി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മുത്തശ്ശിയാണ് നിന്നെ അന്വേഷിക്കുന്നു. അടുക്കളയിൽ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്ന സീതയുടെ അരികിലേക്ക് ചെന്നിട്ട് കണ്ണൻ ഫോൺ നീട്ടി. പതിഞ്ഞൊരു ചിരിയോടെ അവൾ ഫോൺ വാങ്ങിച്ചു. കുട്ടിയെ, മറന്നോ നീ എന്നെ? അവശത നിറഞ്ഞ വാക്കുകൾക്കിടയിലും വാത്സല്യം തുളുമ്പി നിൽക്കുന്നു. സീതയുടെ ഹൃദയം പിടച്ചു.
ഞാൻ മറക്കോ മുത്തശ്ശി? അവൾക്ക് സങ്കടം വന്നിരുന്നു. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നടേ. വരുമോ കണ്ണൻ്റെ കൂടെ? ഇനി ചിലപ്പോൾ വിളിക്കാൻ മുത്തശ്ശി ഉണ്ടായില്ലെങ്കിലോ? ഉൾക്കിടലത്തോടെയാണ് അവൾ ആ വാക്കുകൾ കേട്ടത്. ഞാൻ വരാം മുത്തശ്ശി. കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അവൾക്ക് ആ വാക്കു കൊടുക്കാൻ. ഞാൻ കാത്തിരിക്കും. അവരുടെ പ്രതീക്ഷ നിറഞ്ഞ വാക്കുകൾ അവൾക്കുള്ളിൽ വീണ്ടും സങ്കടമാണ് നൽകിയത്. മുത്തശ്ശിക്കെന്നെ കാണണമെന്ന് ഫോൺ വെച്ചതും അരികിലിരുന്ന പാർവിനോട് സീത പറഞ്ഞു. പോയിട്ട് വാ. അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഫോൺ തിരികെ കൊടുക്കാൻ ചെന്നപ്പോൾ കണ്ണൻ മുറിയിലാണ്. ഞാനും കൂടി വന്നാലോ? ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് സീത ചോദിച്ചു. കണ്ണൻ്റെ നെറ്റി ചുളിഞ്ഞു. മുത്തശ്ശിക്കെന്നെ കാണണമെന്ന് സീത പറഞ്ഞു. പെട്ടെന്ന് റെഡിയാവെന്ന, ഹരി ഇപ്പോൾ വരും. അവൻ പറഞ്ഞത് കേട്ട് സീത ധൃതിയിൽ തിരിഞ്ഞു നടന്നു. കണ്ണൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു അപ്പോൾ. 10 മിനിറ്റ് കൊണ്ട് ഹരി വരുമ്പോഴേക്കും സീതയും റെഡിയായി കഴിഞ്ഞിരുന്നു. ഇവളും വരുന്നുണ്ടോ? ഹരി ഒരുങ്ങിയിറങ്ങിയ സീതയെ നോക്കി കണ്ണനോട് ചോദിച്ചു. അവൾക്കിനി ഞാനില്ലാതെ വയ്യെന്ന് കണ്ണൻ അല്പം നാണം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ഹരിയൊന്ന് തല കുലുക്കി. ഞാൻ വിശ്വസിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് അസൂയാണടാ തെണ്ടി. അവൻ്റെ ആ ഭാവം കണ്ടിട്ട് കണ്ണൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി ചിരി അമർത്തിക്കൊണ്ട് അവനെ നോക്കി. മുത്തശ്ശി കാണണമെന്ന് പറഞ്ഞു ഹരി. ഞാനൊന്ന് പോയിട്ട് വരാം. അവളുടെ വാക്കുകൾ കേട്ടിട്ട് ഹരി കണ്ണനെയാണ് നോക്കിയത്. അവൻ തിരിച്ചും. പോയിട്ട് വാ എന്നാ. കാറിൻ്റെ കീ ഹരി കണ്ണന് നേരെ നീട്ടി. നീ ഇനി എങ്ങനെ പോകും? അത് സാരല്ല, നീ വിട്ടോ. ഹരി കണ്ണൻ്റെ തോളിൽ തട്ടി. ഒരു വട്ടം കൂടി യാത്ര പറഞ്ഞിട്ട് കണ്ണൻ പോവാനിറങ്ങി. ലല്ലമോൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. അങ്കിൾ ഉടനെ വരണമെന്ന് അവനെ കൊണ്ട് വാക്ക് വാങ്ങിച്ചിട്ടാണ് അവൾ കണ്ണൻ്റെ കയ്യിൽ നിന്നും താഴെ ഇറങ്ങിയത്. അവൾ ഇറങ്ങിപ്പോയതും അജു അകത്തേക്ക് തന്നെ പോയി. പോട്ടെ. ഹരിയും പാർവിനെയും നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് പോവാനിറങ്ങി. ഹരി. പാറു എന്തോ പറയാനുള്ളതുപോലെ വിളിച്ചു. ഹരി തിരിഞ്ഞു നിന്നുകൊണ്ടവളെ നോക്കി. എന്തേ? കണ്ണൻ ഇന്നലെ പറഞ്ഞു ഗിരീഷേട്ടൻ നിങ്ങൾ കണ്ടെന്ന്. അവളുടെ വിറച്ച സ്വരം, ലല്ലുവിൻ്റെ മേൽ മുറുകുന്ന കൈകൾ. ഹരിയുടെ ഹൃദയം നൊന്തു. അവളിലെ അമ്മയെ ഓർത്തിട്ട്. പേടിക്കണ്ട, ഞാനില്ലേ. എൻ്റെ മോൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കിക്കോളാം. ഹരി അവൾക്കടുത്തേക്ക് വന്നിട്ട് ലല്ലുവിൻ്റെ കവിളിൽ തലോടി. അവനരികിൽ വന്നതും ലല്ലു ആ കൈകളിലേക്ക് ചാഞ്ഞിരുന്നു. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വിറയ്ക്കുന്നു ഹരി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. ചോദിക്കാനും പറയാനും എനിക്കാരുമില്ലെന്ന് അയാൾക്കറിയാം ഹരി. ഞാനിനി എന്തു ചെയ്യും? കരഞ്ഞുകൊണ്ട് പാർവതി അവനെ നോക്കി. അപ്പോൾ പിന്നെ ഞാൻ ആരാ പാറു? എൻ്റെ സ്നേഹത്തിനിപ്പോഴും നിനക്ക് മുന്നിൽ യാതൊരു വിലയുമില്ലെന്നാണോ? അത്യധികം വേദനയോടെ ഹരിയുടെ ചോദ്യം. ആളും ആരവങ്ങളും മുഹൂർത്തവും ഒന്നും വേണ്ട. എൻ്റെ കൂടെ വാ. നിന്റെ നിഴൽ വെട്ടതുപോലും ആരും വരില്ല. ഇതെൻ്റെ വാക്കാണ്. വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന എൻ്റെ പ്രണയത്തിൻ്റെ ഉറപ്പാണ്. ഹരി അവളുടെ നേരെ നോക്കി പറഞ്ഞു. നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്നും ആ ഹൃദയമിടിപ്പ് നേരെയാകും വരെയും പ്രണയത്തിൻ്റെ ചൂട് പകർന്നു കൊടുക്കണമെന്നും ഉള്ളിലുള്ള അടങ്ങാത്ത മോഹത്തെ അവൻ കടിച്ചു പിടിച്ചു. നിനക്കിഷ്ടമില്ലാത്ത ഒന്നിനും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല പാറു. അവളുടെ മൗനം കണ്ടിട്ടായിരുന്നു ഹരി അപ്പോഴങ്ങനെ പറഞ്ഞതും. ലല്ലു അപ്പോഴും അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു കിടന്നു. റിമി ഇപ്പോഴും അവിടെ തന്നെയുണ്ടെന്നുള്ള ഓർമ്മ ശ്രീനിലയത്തിലേക്ക് അടുക്കും തോറും സീതയുടെ ഹൃദയമിടിപ്പ് കൂട്ടി. തന്നെ കണ്ണേട്ടനൊപ്പം കാണുമ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും കണ്ണേട്ടൻ അതെങ്ങനെ നേരിടുമെന്നൊക്കെ ഓർത്ത് അവൾക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. കാണാൻ തോന്നുന്നു എന്ന നാരായണി മുത്തശ്ശിയുടെ ആഗ്രഹത്തിനപ്പുറം അപ്പോഴൊന്നും അവൾ ഓർത്തതേയില്ല. പക്ഷേ ഇപ്പോൾ ചെയ്തത് ഒരു അബദ്ധമായോ എന്നൊരു തോന്നൽ. തലചെരിച്ച് കണ്ണനെ നോക്കി. വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖം ഉള്ളിലെ ആശങ്ക കൂട്ടി. ഒറ്റയ്ക്കാകുമ്പോഴുള്ള കുസൃതികളൊന്നുമില്ല. പ്രണയം തുടിക്കുന്ന നോട്ടങ്ങളോ വാക്കുകളോ ഇല്ല. കണ്ണേട്ടാ. സീത മെല്ലെ വിളിച്ചു നോക്കി. അവനൊന്ന് നോക്കിക്കൊണ്ട് മൂളി. ഞാനിന്ന് പോരേണ്ടായിരുന്നൂലേ? അവൾ വല്ലായ്മയോടെ ചോദിച്ചു. അതെന്താ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊരു തോന്നല്? അവൻ്റെ നെറ്റി ചുളിഞ്ഞു. സീത ഒന്നും മിണ്ടിയില്ല. മുത്തശ്ശി അത്രയും ആഗ്രഹിച്ചു വിളിച്ചതല്ലേ ലച്ചു? ചെന്നില്ലെങ്കിൽ ആൾക്കതൊരു സങ്കടമായില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാനും. സീത പതിയെ പറഞ്ഞു. ഡോൺ വെറി, ഞാനില്ലേ. അവൻ്റെ കൈകൾ അവളുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ചു. അതുതന്നെയാണ് എൻ്റെ പേടിയും. സീത മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി.